നമ്മുടെ കണ്ണൂരുകാരോടാണ്, പ്രത്യേകിച്ച് പ്രവാസികളോട്, നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ എയർപോർട്ടിന് മുന്നിലാണ്. 5 വർഷമായി ഇത് ഏകദേശം ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. ഇപ്പോഴത്തെ ഇതിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കണ്ണൂർ എയർപോർട്ടിന് പോയിന്റ് ഓഫ് കോൾ പദവി നൽകാനാകില്ലെന്ന് ഓൾറെഡി കേന്ദ്രം പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ വിദേശ കമ്പനികൾക്ക് കൂടെ സർവീസ് നടത്താൻ പറ്റില്ല. ഇതിനെതിരെ കണ്ണൂർ എയർപോർട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ട് അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹമാണ് നടക്കുന്നത്. ഇതിന്റെ ചെയർമാൻ രാജീവ് ജോസഫ് സാർ ഇന്നേക്ക് 7ാം ദിവസമാണ് നിരാഹാര സമരത്തിലിരിക്കുന്നത്. മൂപ്പരുടെ പന്തലിന് മുന്നിലാണുള്ളത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മൂപ്പരോട് തന്നെ ചോദിക്കാം. കേരളത്തിലെ മുഴുവൻ പാർലമെന്റ് അംഗങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ പ്രവാസി സംഘടനകളും കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ കണ്ണൂർ എയർപോർട്ടിൻ്റെ പോയിന്റ് ഓഫ് കോൾ പദവി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ കേന്ദ്ര മന്ത്രിസഭയെ സമീപിച്ചതാണ്. പാർലമെന്റ് അംഗങ്ങൾ നിരവധി തവണ പാർലമെന്റിൽ ഈ ആവശ്യം ഉന്നയിച്ചതാണ്. ഇക്കാലം അത്രയും 6-7 വർഷത്തോളം ഈ പോയിന്റ് ഓഫ് കോൾ പദവിക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ മുഴുവനും എംപിമാരും ഈ പറയുന്ന സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൽ പല പ്രാവശ്യം സമ്മർദ്ദം ചെലുത്തിയിട്ടും അത് നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നിൽക്കാത്ത സാഹചര്യത്തിലാണ് ലോകമെമ്പാടുമുള്ള പ്രവാസികളുടെ നേതൃത്വത്തിൽ കണ്ണൂർ എയർപോർട്ട് ആക്ഷൻ കൗൺസിൽ എന്ന പേരിൽ കഴിഞ്ഞ ജൂലൈ 8-ാം തീയതി ഒരു പ്രവാസികളുടെ ജനകീയ മുന്നേറ്റമായിട്ട് തുടക്കം കുറിച്ചത്. ഈ മൂവ്മെൻറ്റ് തുടങ്ങിയ ശേഷം ഓഗസ്റ്റ് 14-ന് മട്ടന്നൂരിൽ സമര വിളംബര ജാഥയും സമര പ്രഖ്യാപന കൺവെൻഷനും നടന്നു. ഈ സമര പ്രഖ്യാപന കൺവെൻഷനിൽ ആക്ഷൻ കൗൺസിൽ പ്രഖ്യാപിച്ച ആദ്യത്തെ സമരമാണ് അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം മട്ടന്നൂരിൽ എന്നുള്ളത്. ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹവും ഞാനിപ്പോൾ അനുഷ്ഠിക്കുകയാണ്. ഇന്നിപ്പോൾ 7ാം ദിവസം എത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പോലീസും ഇൻ്റലിജൻസും ഇവിടെ വരുന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനപ്പുറം ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചതായി അറിവില്ല. എന്നെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് മാറ്റാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതെങ്കിൽ ഇവിടെ റിലേ സത്യാഗ്രഹമാണ് ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നത്. നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വിവിധ സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുമൊക്കെ ഈ സത്യാഗ്രഹത്തിന് പിന്തുണയുമായി ഇവിടെ എത്തിയിട്ട് ഇവിടെ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം റിലേ സത്യാഗ്രഹമായിട്ട് മാറ്റിയെടുക്കുവാനുള്ള ശ്രമം ഇന്ന് ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. MP മോഹനാങ്കൻ 24 മണിക്കൂർ സത്യാഗ്രഹം, നിരാഹാര സത്യാഗ്രഹം ഇന്ന് രാവിലെ 10 മണി മുതൽ നാളെ രാവിലെ 10 മണി വരെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നാളെ രാവിലെ 10 മണിക്ക് വീണ്ടും അടുത്തയാൾ വരും. അങ്ങനെ ഈ കണ്ണൂർ എയർപോർട്ടിന് പോയിന്റ് ഓഫ് കോൾ പദവി ലഭിക്കുന്നത് വരെ ഈ സത്യാഗ്രഹ വേദിയിൽ ആയിരക്കണക്കിന് പ്രവാസികളും ഇവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ നേതാക്കളും ജില്ലാ സംസ്ഥാന നേതാക്കളും വേണ്ടി വന്നാൽ ദേശീയ നേതാക്കളെയും അണിനിരത്തിക്കൊണ്ട് ഈ സത്യാഗ്രഹ പന്തലിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഏറ്റവും വലിയ ഒരു മൂവ്മെൻ്റാക്കി മാറ്റിയെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ എന്ന് പറയുന്ന ഈ പ്രദേശത്തിൻ്റെ മണ്ണിൽ ഇങ്ങനെയൊരു നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ച് കേന്ദ്ര ഗവൺമെൻറ് വളരെ ചെറുതായിട്ടാണ് കാണുന്നതെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനോട് എനിക്ക് പറയാനുള്ളത്, ഈ സത്യാഗ്രഹം ഇവിടെ വിജയിച്ചില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത സ്റ്റെപ്പ് ഡൽഹിയിലേക്കാണ്. ആയിരക്കണക്കിന് ആൾക്കാരുമായിട്ട് ഒരു ട്രെയിൻ മുഴുവൻ ബുക്ക് ചെയ്ത് ഡൽഹിയിലെത്തി വ്യോമയാന മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്താൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനൊന്നും ദയവായി കേന്ദ്ര സർക്കാർ സാഹചര്യം ഉണ്ടാക്കരുതെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഗോവ എയർപോർട്ടിനും അണ്ടമാൻ നിക്കോബാർ ദ്വീപിലെ എയർപോർട്ടിനുമൊക്കെ പോയിന്റ് ഓഫ് കോൾ പദവി നൽകി. എന്തുകൊണ്ടാണ് കണ്ണൂർ എയർപോർട്ടിന് പോയിന്റ് ഓഫ് കോൾ പദവി നൽകാത്തതെന്ന് വ്യക്തമായിട്ട് ഈ കേന്ദ്ര സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഒരു പഞ്ചായത്തിലാണ് എയർപോർട്ട് എന്നാണ് വാദം.
ഈ പറയുന്ന കീഴല്ലൂർ പഞ്ചായത്തിലാണ് ഈ എയർപോർട്ട്. അത് കാരണം ഇവിടെ പോയിന്റ് ഓഫ് കോൾ പദവി നൽകില്ല എന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് ഇവർ ഈ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നൊക്കെ പേരിട്ടത്? കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പേരൊക്കെ ഇട്ടിട്ട് ഇങ്ങനൊരു വലിയൊരു എയർപോർട്ട്, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടിൻ്റെ ഒരു റൺവേ ആക്കി മാറ്റിയെടുത്തിട്ട് അവിടെ പോയിന്റ് ഓഫ് കോൾ പദവി നൽകാൻ പറ്റത്തില്ല, ഇത് പഞ്ചായത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ മറുപടി പറയാൻ ഈ നാട്ടിലെ ജനങ്ങളുണ്ടെന്ന് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കണം. നിങ്ങൾ പ്രധാനമന്ത്രിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ രാജ്യത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള പുരോഗമനത്തെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും ലോകമെമ്പാടും വാഴ്ത്തിപ്പാടുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ എയർപോർട്ടിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്ക് സഞ്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള വിമാനങ്ങൾ ഇവിടെ ഇറക്കാതെ ഈ എയർപോർട്ടിനെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഒരു കാര്യം ഞങ്ങൾ പറയുകയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ എയർപോർട്ടിൻ്റെ ഷെയർ ഹോൾഡറൊന്നുമല്ല. പക്ഷേ ഈ എയർപോർട്ടിലൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രവാസിയാണ്. 40 വർഷക്കാലമായി ഡൽഹിയിൽ താമസിക്കുന്ന എനിക്ക് ഈ എയർപോർട്ടിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാൻ വരുന്നത് കൊച്ചി എയർപോർട്ടിലും ബാംഗ്ലൂർ എയർപോർട്ടിലൊക്കെയാണ്. വീടിന് തൊട്ട് മുന്നേയുള്ള ഈ എയർപോർട്ടിൽ ഇറങ്ങാൻ പറ്റാതെ എന്നെപ്പോലുള്ള ലക്ഷക്കണക്കിന് പ്രവാസികളാണ് ഇവിടെ ഈ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും വയനാട് ജില്ലയിലും കോഴിക്കോട് വടകര വരെയുള്ള ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ എയർപോർട്ട് ഇങ്ങനെ ഇവിടെ കാട് പിടിച്ച് കിടക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. വല്ലപ്പോഴും ഇറങ്ങി വരുന്ന പറന്നു വരുന്ന വിമാനങ്ങൾ അത് ഈ നാടിന് യാതൊരു തരത്തിലുള്ള ഗുണവും ഉണ്ടാകുന്നില്ല. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ നിരാഹാര സത്യാഗ്രഹം ഞാൻ അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല. എൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ നിരാഹാര സത്യാഗ്രഹത്തിൽ നിന്നും എന്നെ പിന്മാറ്റി അറസ്റ്റ് ചെയ്ത് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഈ പോയിന്റ് ഓഫ് കോൾ പദവി ഇവിടെ നടപ്പിലാക്കുന്നതുവരെ ഈ സമരം ഇവിടെ തുടരും എന്ന് വ്യക്തമായിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുത്തിരിയല്ല. നിരാഹാര സത്യാഗ്രഹം ഇഷ്ടം പോലെ നടത്തിയിട്ടുണ്ട്. 361ാമത്തെ സമരമാണ് ഞാനിപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് നടത്തിയ ചരിത്രങ്ങളെക്കുറിച്ച് ഡൽഹി പോലീസിന്റെ റെക്കോർഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് കിട്ടും. അതുകൊണ്ട് ഈ സമരം വേറൊരു തരത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.